ഇന്ന് ഓഫീസുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇത് ലോകമെമ്പാടും പല മേഖലകളിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. എക്സൽ ഇത്ര പോപ്പുലർ ആകാൻ കാരണം ഇതിലെ ഇൻബിൽറ്റായിട്ട് വരുന്ന ഫോർമുലകളാണ്. ഇത് ഓഫീസ് ജോലികൾ വളരെ എളുപ്പമാക്കി മാറ്റുന്നു. പക്ഷേ എല്ലാവർക്കും പൊതുവായി വേണ്ടിവരുന്ന ചില ഫീച്ചറുകൾ ഇനിയും എക്സൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിലൊന്നാണ് കറൻസികളെ വാക്കുകളാക്കി മാറ്റുന്നത്. ഇത് എളുപ്പമുള്ള കാര്യമാണെങ്കിലും ഇതിന് പ്രത്യേകം ഒരു ബിൽറ്റ് ഇൻ ഫീച്ചർ എക്സലിൽ ഇല്ലാത്തതിനാൽ ഇതിന് ഒരു പോംവഴിയാണ് ഉള്ളത്. അതിനായി ഒരു ചെറിയ VBA കോഡിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് കറൻസി അക്കങ്ങളെ വാക്കുകളാക്കി മാറ്റുവാൻ സാധിക്കും. ഈ ഒരു പ്രോസസ്സ് എക്സലിൻ്റെ ഏത് വെർഷനിൽ വേണമെങ്കിലും വർക്ക് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഇന്ത്യൻ കറൻസി വാല്യൂവിനെ വാക്കാക്കി മാറ്റുക എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് കാണിച്ചു തരുന്നതാണ്. ഈ ഫോർമുല ഉപയോഗിച്ച് ഒരിക്കൽ സെറ്റ് ചെയ്ത എക്സൽ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. ആയതിനാൽ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആദ്യമായി VBA കോഡ് കണ്ടുപിടിക്കുക. അതിനായി ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെർച്ച് ബാറിൽ കൺവേർട്ട് ഇന്ത്യൻ റുപ്പീസ് ടു വേർഡ്സ് ഇൻ എക്സൽ അഥവാ മുകളിൽ കാണിച്ചിരിക്കുന്ന URL ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന കൺവേർട്ട് നമ്പേഴ്സ് ടു വേർഡ്സ് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന ഇൻ്റർഫേസിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. നമ്പേഴ്സ് ടു വേർഡ്സ് കൺവെർട്ടർ ഇൻ MS എക്സൽ ഇൻ ഇന്ത്യൻ ഫോർമാറ്റ് എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മറ്റൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അത് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏകദേശം മധ്യഭാഗത്തായിട്ട് കാണുന്ന VBA കോഡ് മുഴുവനായി നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഓപ്ഷൻ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം ഈ ബ്രൗസർ മിനിമൈസ് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 2. ഇനി നിങ്ങൾ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുകയും അതിൽ പുതിയൊരു ഷീറ്റ് ഓപ്പൺ ചെയ്യുകയും ചെയ്യുക. ഷീറ്റ് ഓപ്പൺ ആയാൽ അതിൽ നിങ്ങളുടെ കീബോർഡിലെ Alt കീയും F11 കീയും ഒരുമിച്ച് പ്രസ് ചെയ്യുക. അതിൽ ഒരു VBA ആപ്ലിക്കേഷൻ എഡിറ്റർ ഓപ്പൺ ആയി വരികയും അതിൽ ടാസ്ക് ബാറിൽ കാണുന്ന ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ കാണുന്ന മോഡ്യൂൾ ടാബ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പൺ ആയി വരുന്ന പേജിൽ ഒരു ബ്ലാങ്ക് പേജ് തുറന്നു വരുന്നതായി കാണാം. ഈ ബ്ലാങ്ക് പേജിൽ നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്തു വെച്ചിരിക്കുന്ന VBA കോഡ് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസ് ക്ലോസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 3. അതിനുശേഷം നിങ്ങൾ എക്സലിൽ എവിടെയാണോ ഇന്ത്യൻ കറൻസി വേണ്ടത് അവിടെ അക്കത്തിൽ ടൈപ്പ് ചെയ്യുക. പിന്നീട് ഏത് ഭാഗത്താണോ ഈ വാല്യൂ വാക്കുകളിൽ വേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്ത് ഈക്വൽ ടു സൈൻ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺവേർട്ട്
കറൻസി ടു ഇംഗ്ലീഷ് എന്ന ഫോർമുല ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ടാബ് പ്രസ് ചെയ്ത് ഏതക്കമാണോ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്താൽ അക്കം വേർഡ് ആയിട്ട് കൺവേർട്ടായി വരുന്നത് കാണാൻ സാധിക്കും. സ്റ്റെപ്പ് 4. ഇതിനുശേഷം നിങ്ങൾക്ക് ഇതേ ഫോർമുല താഴത്തേക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന സംഖ്യകളും വേർഡിലേക്ക് കൺവേർട്ടായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിനെ എല്ലാ കോളത്തിലും അപ്ലൈ ചെയ്യാൻ ഈ കാണുന്ന സെല്ലിൻ്റെ ടിപ്പിലുള്ള കറുത്ത നിറത്തിലുള്ള സ്ക്വയർ മൗസ് ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർമുല താഴത്തേക്ക് ഓട്ടോമാറ്റിക്കായി ഫില്ലായി വരുന്നത് കാണാം. അതുമല്ലെങ്കിൽ ഇത് മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കീബോർഡിലെ കൺട്രോൾ കീയും ഡി എന്ന കീയും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഈ ഫോർമുല ഓട്ടോമാറ്റിക്കായി കോപ്പി ആവുന്നതായിരിക്കും. സ്റ്റെപ്പ് 5. ഇത്തരം ക്രമീകരിച്ചിട്ടുള്ള എക്സൽ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ഇതേപടി നമ്മൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ വേർഡ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് എററായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. അതിന് അവർക്കും കൂടി വിസിബിൾ ആകുന്ന തരത്തിൽ എങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാം. ഇതിൽ ഓരോ സെല്ലുകളും ഓരോ ഫോർമുല വഴിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോർമുല റിമൂവ് ചെയ്തു കളഞ്ഞാൽ നമുക്ക് ഇത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഇത് വിസിബിൾ ആകുന്നതായിരിക്കും. അതിനായി നിങ്ങൾ കൺവേർട്ട് ചെയ്ത ഭാഗം മുഴുവനും കോപ്പി ചെയ്തതിനു ശേഷം അതേ സെല്ലുകളിൽ തന്നെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിൽ വാല്യൂസ് ചൂസ് ചെയ്യുക. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോർമുലകൾ എല്ലാം മാറി അത് ഫോർമുലകളില്ലാതെ വേർഡ്സ് മാത്രമായിട്ട് പേസ്റ്റ് ആയിട്ടുള്ളതായി കാണാൻ സാധിക്കും. ഇനി ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്താൽ അവർക്കും വിസിബിൾ ആയിരിക്കും.